മോഹൻലാലിന്റെ ആറാട്ട് എന്ന സിനിമ റിലീസായതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ വൈറലായ വ്യക്തിയാണ് സന്തോഷ് വർക്കി. സിനിമയെക്കുറിച്ച് നടത്തിയ റിവ്യൂ വളരെ പെട്ടെന്ന് തന്നെ സ്വീകാര്യത നേടി. അതോടെ സന്തോഷ് വർക്കിയുടെ പേര് മലയാളികൾക്ക് സുപരിചിതമായി. പിന്നീട് അങ്ങോട്ട് ആറാട്ടണ്ണൻ എന്ന പേരിൽ സന്തോഷ് വർക്കി അറിയപ്പെട്ടു. നല്ലതും മോശവുമായ ഒരുപാട് പ്രതികരണങ്ങൾ സന്തോഷ് വർക്കിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പല പരാമർശങ്ങളും വിവാദമാവുകയും ചെയ്തു. ബാലയും സന്തോഷ് വർക്കിയും ഇടക്കാലത്ത് നല്ല സൗഹൃദം സൂക്ഷിച്ചവരായിരുന്നു. ആറാട്ടണ്ണനെ പോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് നടൻ ബാലയും. ബാലയുടെ കുടുംബവിശേഷങ്ങളും സാമൂഹ്യ മാധ്യമത്തിൽ വലിയ തോതിൽ ചർച്ചയാകാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇപ്പോഴിതാ എലിസബത്ത് ഉദയനെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ പറയുകയാണ്. സോഷ്യൽ മീഡിയ താരമായ ആറാട്ടണ്ണൻ തന്റെ പേജിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് വിവാഹാഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. എലിസബത്തിന് താല്പര്യമുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണെന്നാണ് സന്തോഷ് വർക്കി പറയുന്നത്. എലിസബത്തുമായി സംസാരിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടും നടന്നില്ല. ഇതോടെയാണ് പബ്ലിക്കായി ഇക്കാര്യം പറയാൻ തീരുമാനിച്ചതെന്നും ആറാട്ടണ്ണൻ പറയുന്നു. സന്തോഷ് വർക്കിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടു. നിങ്ങൾ പറഞ്ഞ പല കാര്യത്തിനും ഞാൻ സാക്ഷിയായിരുന്നു. നിങ്ങളുടെ നമ്പർ കിട്ടാൻ ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായി, ട്രോമയിലൂടെ കടന്നുപോയി. ഞാനും അങ്ങനെ പോയിട്ടുള്ള ഒരാളാണ്. നിങ്ങളൊരു ഡോക്ടറാണ്, ഞാനൊരു എഞ്ചിനീയർ ആണ്. നിങ്ങളെ ബന്ധപ്പെടാൻ നമ്പറിനായി ഒരുപാട് ശ്രമിച്ചിട്ടും നടന്നില്ല. അതിനാലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങളിൽ നമ്മൾ തമ്മിൽ നല്ല സാമ്യമുണ്ട്. നിങ്ങൾക്ക് ഇനിയും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവരാണ്. എന്നേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചത് നിങ്ങളാണ്. ബാല എന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം, നിങ്ങളെയും ചെയ്യാം. നിങ്ങളുടെ അതേ അവസ്ഥയിലൂടെയാണ് ഞാനും കടന്നുപോയിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. വേറെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല. ഇത് കൂടാതെ ചില കുറിപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷ് വർക്കി പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഡോക്ടർ എലിസബത്ത് ഉദയനെ കാമത്തോടെയല്ല കാണുന്നത്. കാമമില്ലാത്ത സമീപനമാണ്. തെറ്റിദ്ധരിക്കരുത്. ഞാനും OCD മരുന്ന് കഴിക്കുന്ന ആളാണ്. അവരും ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ആളാണ്. ഞാൻ എഞ്ചിനീയർ ആണ്. ഇപ്പോൾ PhD ചെയ്യുന്നു. അവർ ഡോക്ടറാണ്. എന്റെ കുടുംബം അക്കാദമിക് ഓറിയന്റഡ് ആണ്. അവരുടെ കുടുംബവും അക്കാദമിക് ഓറിയന്റഡ് ആണ്. ഞാനിത് നല്ല ഉദ്ദേശത്തോടെയാണ് പറയുന്നതെന്നും സന്തോഷ് പറയുന്നു. നടീനടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് കാണിച്ച് നടൻ ബാല സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് സന്തോഷ് വർക്കിയെ താക്കീത് ചെയ്ത് വിട്ടയച്ചു. ഇതിന് പിന്നാലെ സന്തോഷ് വർക്കിയും ബാലയും ഒന്നിച്ച് വീഡിയോ ചെയ്യുകയും അത് വൈറലാവുകയും ചെയ്തു. ഇതിനു ശേഷമാണ് ബാല എലിസബത്തുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതും കോകിലയെ വിവാഹം ചെയ്യുന്നതും.